എന്താണ് പോലെ വിഷയം? ചിന്നു മൗലി വരുന്നുണ്ട്, ചിന്നോട് വരുന്നുണ്ട്, ചിന്നു മൗലി വരുന്നുണ്ട്, ചിന്നോട് വരുന്നുണ്ട്. ഈ പുച്ഛം നിങ്ങൾ ആരോടാണ് പുച്ഛിക്കുന്നത്? അതെന്താ? ഈ മൗലൈമാര് രണ്ടായി പിരിഞ്ഞല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമിന്റെ മടവൂർ മുജാഹിദീങ്ങൾ പറയുന്നത് ശൈത്താന് ജിന്ന് എന്നുള്ള ബാക്ടീരിയാണ്. എന്നാൽ നമ്മളെ ഈ മുജാഹിദ് ഉണ്ടല്ലോ, സക്കരിയ സലാഹി, ഹുസൈൻ സലഫി, എ പി അബ്ദുൽ ഖാദിർ മൗലവിന്റെ മൗലവി മുജാഹിദ്, ആ മുജാഹിദീങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നല്ലേ, ജിന്ന് ശൈത്താൻ എന്നെല്ലാം പറഞ്ഞാല് അതിനെ കൊണ്ട് ഒരുപാട് സഹായം കിട്ടും, അവർക്ക് പല കഴിവുണ്ട്. നമ്മള് ഒരു ജിന്നിനെ നമ്മൾക്ക് സഹായത്തിന് കിട്ടിയാല് സുബൈക്കും കൂടി കിടന്നുറങ്ങൂല, നമ്മുടെ ജിന്ന് വന്ന് വിളിച്ചുണർത്തിക്കോളും. അതിന്റെ പുറമെ വാഹന അപകടത്തിനൊക്കെ ശൈത്താൻ രക്ഷപ്പെടുത്തും. ഇങ്ങനെ വാഹന അപകടം ഉണ്ടാവുമ്പോ ജിന്ന് രക്ഷപ്പെടുത്തും. പിന്നെ അങ്ങനത്തെ ഒരുപാട് സഹായം കിട്ടും. ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് ഞമ്മക്ക് ജിന്നുകൾ പോയിട്ട് ഇവിടെ കൊണ്ടുത്തരൂന്ന് വരെ സക്കരിയ സലാഹി പ്രസംഗിച്ച് ഞാൻ കേൾപ്പിക്കാൻ പോവാൻ. മനസ്സിലായോ? ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ടേ സക്കരിയ സലാഹി ഉടനെ തുടങ്ങുമ്പോ ചികിത്സ. അതിന് മറ്റേ മൗലൈമാര് പറയുന്നത് ചികിത്സിക്കാന് ഇവരെ മൗലൈമാരെത്താനും പോലും അവിടെ തലയെ കെട്ടാത്തോണ്ട് അതിന് കുറച്ച് തലയെ കെട്ടിയ മൗലിയാമാരെ ശരിയാക്കിയിട്ടുണ്ട്. അതാ ഫൈസൽ മുസ്ലിയാര് മറ്റേ മുസ്ലിയാർ കുറച്ച് തലയെ കെട്ടിയവരെയും കാണാൻ കേട്ടിപ്പോ. അതിനെന്ന് വെച്ചാൽ ഈ ജിന്ന് ശൈത്താന്റെ ചികിത്സക്ക് മൗലിയാരായല്ലേ ആൾക്കാർ കിട്ടുള്ളൂ, അതിന് വേണ്ടി ഇറക്കിയതാണത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ജിന്ന് സഹായിക്കും എന്ന വിഷയമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതൊന്ന് കേട്ടോളൂ. കൂടുതൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ കേട്ടില്ലേ? ജിന്ന് വർഗത്തിൽ സഹായികളുണ്ട്. അതുകൊണ്ട് വാഹന അപകടത്തൊക്കെ ജിന്നെന്താക്കൂ? സഹായിക്കും. ബദരീങ്ങൾ സഹായിക്കുന്ന ശിർക്കാണേ. ജിന്നുകൾ സഹായിക്കുന്നുണ്ടല്ലോ തൗഹീദ് എന്ന് മാത്രമല്ല. നിങ്ങൾ കേട്ടില്ല ജിന്നിന്റെ പരിപാടി? എന്താ ജിന്റെ പരിപാടി? വാഹന അപകടത്തിന് രക്ഷപ്പെടുക. ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന ജിന്ന് മുജാഹിദീങ്ങൾ പുതുതായിട്ട് കണ്ടെത്തിയതാ. ട്രാഫിക് നിയന്ത്രിക്കുന്ന കുറച്ച് ജിന്നുകളെ. പിന്നെ നോമ്പർ പറഞ്ഞറിയോ? സുബൈക്ക് വിളിച്ചുറക്കുമ്പോഴും അലാറം വെക്കണ്ട, അതായാണ്. ഞാൻ ടൈമീസ് ഒന്നും വേണ്ട. മുജാഹിദീങ്ങൾ ഇനി എന്താ ചെയ്യാ അറിയോ? ഓരോരോ ജിന്നിനെ ശരിയാക്കി വെക്കും. ഒരു സപ്പോർട്ടിന് ഒരു ജിന്ന് വേണോന്നില്ലായിരുന്നു, സപ്പോർട്ടിന് ഒരു ജിന്ന് വേണോ എന്നല്ലേ പറഞ്ഞു. ആ മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് ആണത്, ശംസുദ്ദീൻ ബാലത്ത്. അയാളാ പ്രസംഗിച്ച്. ഇനി ഞാൻ കേൾപ്പിക്കുന്ന അറിയോ? ഇങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ മോനെ. നമ്മളെ ജർമ്മനിയിൽ അരമണിക്കൂർ കൊണ്ട് മരുന്നെത്തിക്കുന്നതിനോ ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും, അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ SMT വാച്ചവർക്ക് അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? ട്രെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണുമാലികൾ പണിയുവാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർക്കില്ലാത്ത ഒരുപാട് കഴിവുണ്ട്. അതുകൊണ്ട് അതിന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. ആരെ സഹായിച്ചു? ആദ്യം പറഞ്ഞ് സുലൈമാൻ നബിനെ. ഇപ്പൊ സുലൈമാൻ നബി ആരാ? ശൈത്താന്റെ ആളെ. സുലൈമാൻ നബിനെ ശൈത്താൻ സഹായിച്ചതല്ല, പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ശൈത്താനെ കൊണ്ട് എടുക്കണമെന്ന് എടുപ്പിച്ചതാ. അതിന്റെ പേര് സഹായം ഒന്നാ. പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് പിടിച്ചോണ്ട് ഒരു ചങ്ങാതിനെ എന്റെ SI എന്ന് പറഞ്ഞ് അടിക്കടാ മുറ്റോൻ. ഇവൻ പറയാ ഞാൻ SIനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കടാ മുറ്റോന്ന് പറഞ്ഞ SI
അപ്പൊ ഇവരിങ്ങനെ മുറ്റടിക്കുമ്പോ ഇവരിങ്ങനെ പറയും കള്ളം പറയാണ് ഞാൻ SIനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. ഈ എടുക്കടാന്ന് പറഞ്ഞ് എടുപ്പിച്ച സഹായ മൗലവി അതിന് തലച്ചോറിന്റെ പണിയുടെ മൗലവി ആവോ? അപ്പോ സുലൈമാൻ നബിനെ സഹായിച്ചതല്ല, സുലൈമാൻ നബി ശൈത്താനെ കൊണ്ട് പണി എടുപ്പിച്ചതാ, സഹായിച്ചതല്ല. സുലൈമാൻ നബിയുടെ ശൈത്താന്റെ ആളുമല്ല, ശൈത്താന്റെ ആളെ സഹായിക്കുന്ന മൗലവി പറഞ്ഞത്. എന്താ പറഞ്ഞത് മൗലവിമാർക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ശൈത്താന്റെ ഫലകടലുകൾ ജർമ്മനിയിൽ നിന്ന് അരമണിക്കൂറുണ്ട് മരുന്നെത്തിക്കും. ഇനിയിപ്പോ ദുബായിൽ നിന്നൊക്കെ സാധനം എത്തണമെങ്കിൽ നമ്മളെ സക്കരിയ സലാഹിയും ഹുസൈൻ സലഫിയിൽ എന്താ ചെയ്യുക? ഷാർജയിൽ നിന്ന് ചിലപ്പോൾ റൂമിൽ നിന്ന് സാധനം എത്തണമെങ്കിൽ ഹുസൈൻ സലഫി, അപ്പൊ ഹുസൈൻ സലഫി ശൈത്താനോട് പറയും അരമണിക്കൂറുണ്ട്, ഞാൻ നാദാ പറ്റി കുടുങ്ങിയിരിക്കുക, അരമണിക്കൂറോട് ശൈത്താൻ എത്തിക്കും. ഇതെല്ലാം കൂടി ഇവർ പറഞ്ഞപ്പോ അപ്പുറത്തെ മുജാഹിദുണ്ടല്ലോ, ഏത് മടവൂർ മൗലവി, മടവൂർ മുജാഹിദിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നത്, ഇങ്ങനല്ല ഇപ്പൊ ഈ മൗലവിമാര് പറഞ്ഞാല് ഇത് പേരോട് കേൾക്കൂലേ? പേരോട് കേൾക്കൂലേ? സുന്നികള് കേൾക്കൂലേ? നമ്മള് ബദരീങ്ങളെ വിളിച്ചു വരെ സഹായം ചോദിച്ചുകൂടാന്ന് വെച്ച് ഇപ്പൊ ജിന്നയുടെ സഹായം വേണോന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സുന്നികളോട് തൗഹീദ് പറയാൻ പറ്റുമോ, പേരോടിനോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പേരോടിന് കേസറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അയാൾ പറയുന്നത്. ആ ഒന്ന് കേട്ടോളി. ഗൾഫിലെ പ്രസംഗത്തിൽ ജനാബ് KK സക്കരിയ പോലുള്ളവർ ഉദ്ധരിക്കുന്നത് പിശാചിന് ഭൗതിക ഉപകാരമൊക്കെ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? സുലൈമാൻ നബി ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്ത് ഞങ്ങൾ ഇവന്ന് സദസ് പിരിയുന്ന മുമ്പ് ആ സിംഹാസനം, സഭയിലെ സിംഹാസനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ജിന്നിനെന്താണ് വലിയ വലിയ സിംഹാസനം എടുത്തുകൊണ്ടു പോകാനൊക്കെ സാധിച്ചില്ലേ? ഒരു പണ്ഡിതൻ പ്രസംഗിക്കട്ടോ. ഇതേ പണ്ഡിതൻ പിന്നെ സുന്നികളോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിന്റെ ശ്രദ്ധിപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ ശ്രദ്ധയിൽ പ്രശ്നം കേൾക്കാത്തോണ്ടാണ്. കാരണം ഇവരെ പണ്ഡിതന്മാരെ ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞല്ലോ, സഭയിലെ സിംഹാസനത്തെ ഞാൻ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാം, ആ പിശാചിന് വസ്തുവിനെ കൊണ്ടുപോകാൻ പറ്റൂല. റുക്കുഹികളും ഇപ്പൊ എവിടെത്തി കൂട്ടരെ പിശാചിന് ഇങ്ങനെ സാധനമൊക്കെ വഹിച്ചു കൊണ്ടാൻ പറ്റുമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ താറുമാറാവില്ലേ? ഈ ഹിന്ദു പൂജാരികൾ പിശാച് കുട്ടിക്കാത്തിനെ കീഴ്പ്പെടുത്തി നമ്മളെ പെണ്ണുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോവില്ലേ? നമ്മളെ പൈസയൊക്കെ കവർ ചെയ്യൂലേ? മുസ്ലിങ്ങളെ സ്വത്ത് മുഴുവനും ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്നും ഇഫ്രീത്ത് ഉണ്ടല്ലോ. ഈ ഇഫ്രീത്തിനെ ജിന്ന് പൂജകന്മാരൊക്കെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തിയിട്ട് നമ്മളെ സ്വത്തൊക്കെ കൊണ്ടുപോവില്ലേ? യുദ്ധം നടക്കുമ്പം മുസ്ലിം പട്ടാളക്കാരൊക്കെ ഇഫ്രീത്തിനെ കീഴ്പ്പെടുത്തി സാഞ്ചു കൊണ്ടുപോവില്ലേ? അറബി മനസ്സിലായില്ലേ? ഇനി ബദരീങ്ങളെ വിളിച്ചുകൂടെ ചെറുത്താനെ വിളിക്കാൻ ഞങ്ങളിപ്പം പറയുന്നത് അയാൾ ചോദിക്കുക, നമ്മളിവിടെ എത്തിയെന്ന് അയാൾ ചോദിക്കുന്നു. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേർച്ചു നിങ്ങൾ പ്രസംഗിക്കുന്നതപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആഴ്ചയിൽ തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടി അപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടി അപകാരം ചെയ്യുന്ന അതാണ് ഔട്ട തൗഹീദ് കേട്ടോ. ബദരീങ്ങളെ വിളിച്ചു തേടിയാൽ സഹായം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാൽ. ഇതാണോ കൂട്ടരെ തൗഹീദ്? ഇതാണോ കൂട്ടരെ തൗഹീദ്? അത് ഞങ്ങളാ ചോദിക്കുന്നത്. ഇതാണോ കൂട്ടരെ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിക്കൂടാ, ജിന്നുകളെ വിളിച്ചു തേടാം, ശൈത്താനെ വിളിച്ചു തേടാം. ജർമ്മനിയിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് മരുന്ന്.